AKSTU സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MP-യുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പതാക ഉയർന്നു. പൊതുസമ്മേളന നഗരിയായ പുതിയകോട്ട ഹെറിറ്റേജ് സ്ക്വയറിൽ പ്രത്യേകം സജ്ജമാക്കിയ EK നായർ നഗറിൽ CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി വൈസ് ചെയർമാനുമായ CP ബാബു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ MP-യുമായ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു, ലക്ഷം ഭവന നിർമ്മാണ പദ്ധതി. അത് പറഞ്ഞപ്പോ ചിലർ ചോദിച്ചു, എമ്മിന് പട്ട ഇവിടുന്ന പൈസ ഇവിടുന്ന ബഡ്ജറ്റിൽ പണം വേണ്ടേ? MM പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ പൈസ പോയി നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിക്കും. 1 ലക്ഷം വീടുണ്ടാക്കിയല്ലോ. ഇപ്പൊ നമ്മളെ ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം മാറി. കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത കേരളത്തിലാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്ന് വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ എങ്ങനെയും തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചടങ്ങിൽ ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് PR നമ്പ്യാർ പുരസ്കാരം പന്ന്യൻ രവീന്ദ്രൻ സമ്മാനിച്ചു. AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, സംസ്ഥാന കൌൺസിൽ അംഗം T കൃഷ്ണൻ, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ, AKSTU സംസ്ഥാന ട്രഷറർ KC സ്നേഹശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ K പത്മനാഭൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.